ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ട്രാവൽ വ്ളോഗാണ് കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എവിടേക്കാണ് പോയെന്നുള്ളത്. അതെ, പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിയിലോട്ടാണ് കേട്ടോ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിയിലോട്ട് പോകാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എണ്ണപ്പനയുടെ തോട്ടമുണ്ടല്ലോ, അത് നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴുണ്ടല്ലോ നല്ലൊരു എ സിയിലിരിക്കണ ഫീൽ എന്നുവെച്ചാൽ നല്ലൊരു കുളിർമയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ സിജോയും ശ്രീജി ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ പ്ലാന്റേഷനിൽ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലാണ് എണ്ണപ്പനക്കുരു അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടാണ് കണ്ടത്. എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം തന്നെ ഇറങ്ങിയത് അവിടെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. പൊളി വൈബാണ്. നമുക്ക് ആനയും കുരങ്ങും മാനും ഒക്കെ കാണാൻ പറ്റി. അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. എണ്ണപ്പന കുത്തിയിട്ടേ എണ്ണപ്പന കുത്തി ഇവിടെ ലോഡ് ചെയ്താണ്. ഇവിടുന്ന് ലോഡ് കയറ്റി പോകണം. ഇവിടുന്ന് ലോഡ് കയറ്റി പോയി അത് അഞ്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്നിട്ടാണ് ഇത് സംസ്കരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കൊണ്ടിടുക. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. റബ്ബർ കാടുകളുടെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ പിന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ പോയ ടൈമിലാണെങ്കിലുണ്ടല്ലോ ഇതുപോലെ മരങ്ങളിലെ ഇലകളൊക്കെ പൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത്യാവശ്യം കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങനെ റബ്ബർ കാടുകൾ. അപ്പോൾ പോകുന്ന വഴി ഇതാ വലിയൊരു മരമില്ലേ, അത് അവൾ എനിക്ക് കാണിച്ചു തന്നു. അത് വഞ്ചി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ് അത്ര, ചീനിന്നോ അങ്ങനെ എന്താണ്ടാ പറഞ്ഞത്, ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ പേര്. അങ്ങനെ ഞങ്ങളവിടെ ഒരു കാട്ടുചോല കണ്ടു കേട്ടോ. അപ്പം നമ്മളവിടെ ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പോൾ കുറച്ചിങ്ങനെ പശുക്കൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. അപ്പോൾ അത് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് ആനേനൊന്നും കാണാൻ പറ്റില്ല, അപ്പോൾ പശുക്കളെങ്കിലും ഇരിക്കട്ടെ എന്ന് വെച്ചാൽ എടുത്തതാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇറങ്ങി ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങനെ കുറച്ച് ദൂരം പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും 2 ആനകളെ കണ്ടു കേട്ടോ. അവരാണെങ്കിൽ തൊട്ടടുത്തായിരുന്നു. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു കേട്ടോ. ദേവനാണെങ്കിൽ അവന് കപ്പയും ബീഫും മതിയേ, പഴംപൊരി വേണ്ട, ചായ വേണ്ട എന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ അവന് മാത്രം വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. ചായ മാത്രമേ നമ്മൾ കുടിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ചേട്ടൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. അവിടെ ഇന്നും ചേട്ടൻ കാണിക്കിട്ടോ നമ്മൾ പോവാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് മാൻകൂട്ടം നിൽക്കുന്നത് കണ്ടേ. നമ്മുടെ ഈ വീഡിയോ പൊള്ളി വൈബാണ് ഇവിടെ നിന്ന് അങ്ങോട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാനുകളെ കണ്ടിട്ടുണ്ടായിരുന്നു, കുരങ്ങനുണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. എനിക്കെന്നെ ഭയങ്കര സന്തോഷമായി. അവർ നമ്മളെ തന്നെ നോക്കി നിൽക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചാർപ്പ വെള്ളച്ചാട്ടം. നമ്മൾ അതിരപ്പള്ളി പോണ റൂട്ടിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് പോകുന്ന ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റി. അല്ലെങ്കിൽ അങ്ങനെ വെള്ളമൊന്നും അധികം ഉണ്ടാവാറില്ല കേട്ടോ. ഒരുപാട് യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവരാണോ എൻ്റെ കൂട്ടുകാരൊക്കെ?
എല്ലാവരും ഇതുപോലെ പോകാറുണ്ടോ? അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു ദിവസം അതിരപ്പള്ളിയിലോട്ടൊക്കെ ഇറങ്ങട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. മഴക്കാലത്ത് വരണം, അപ്പോഴാണ് ഇതുപോലെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോഴേക്കും മഴയൊക്കെ ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കാറിൽ പോയിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം വീഡിയോസൊക്കെ എടുത്ത് ഞാനും പാലത്തുമെന്ന് ഇറങ്ങാന്ന് വെച്ചപ്പോഴേക്കും മഴ കുറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് സൈഡിലോട്ടൊരു ഇത് കണ്ടേ, ഈ പാലത്തിൻ്റെ തൊട്ട് സൈഡ് തന്നെ. എന്നാൽ പിന്നെ അവിടെയും കൂടി പോയിട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഈ ചാർപ്പ വെള്ളച്ചാട്ടം കഴിഞ്ഞ് പോകുന്ന റൂട്ടാണ് കേട്ടോ മലക്കിപ്പാറ ഒക്കെ പോകുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് മലക്കിപ്പാറയൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഇത് പ്രതീക്ഷിക്കാതെ എടുത്തൊരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ എനിക്കൊരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് ഈ ഇത് കണ്ടോ, ഈ പാലത്തിൻ്റെ വരെ എത്തിയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഞാനത് കണ്ടത്. വേഗം ബാക്കോട്ട് വന്നു. ഭാഗ്യം കേട്ടോ, അല്ലെങ്കിൽ പണി പാലിയാനെ വീഡിയോ എടുക്കാനുള്ളതിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി കേട്ടോ. കൊരങ്ങനെ പേടി. അവിടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പേരമരം ഉണ്ടായിരുന്നു. അതും ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. എല്ലാം ചെറിയ കുരങ്ങന്മാരായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ തല്ലിപിടുത്തം കാണാനും ഒക്കെ ആയിട്ട്. ഞങ്ങളങ്ങനെ കുറേ നേരം കുരങ്ങന്മാരെയൊക്കെ നോക്കി. ദേവന് കുരങ്ങനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വേഗം കാറിൽ കയറിയിരുന്നു. അപ്പോഴാണ് കേട്ടോ ഒരു കുരങ്ങൻ അവരുടെ ബൈക്ക് കണ്ടോ, ബൈക്കിൽ ആ ഒരു ബാഗില്ലേ അത് തുറന്ന് എന്തോ എടുക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പോയൊരു യാത്രയാണ് കേട്ടോ ഇത്. എല്ലാവരും വീട്ടിലിരുന്നപ്പോൾ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. അതുകൊണ്ടാണ് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ താഴെ പോയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് കേട്ടോ ഇതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടത്. അവിടെയാണെങ്കിൽ വ്യൂ പോയിന്റിലാണെങ്കിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ചെറിയ കുരങ്ങന്മാരായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ദേവനാണെങ്കിൽ കുളിക്കണം, വെള്ളത്തിലിറങ്ങണം എന്നുള്ളൊരു ബഹളം. അപ്പോൾ പിന്നെ ശ്രീജ പറഞ്ഞു നമുക്കൊന്ന് അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ശ്രീജ കൂട്ടി ദേവ നിൽക്കുന്നത്.
ഇതവിടെ നോക്കി റോഡ് ബ്ലോക്ക് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആനേനെ കണ്ടു കേട്ടോ. ആന കേട്ടാൽ തന്നെ എനിക്ക് പേടിയുള്ള ഒരാളാണ്. ഞാൻ എങ്ങനെയാണ് ആ ടൈമിൽ അവിടെ നിന്നതെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. ചിലപ്പോൾ ശ്രീജിയും സിജോയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. അവർ ഈ പ്ലാന്റേഷനിലാണ് കേട്ടോ അവരുടെ ജോലി ചെയ്യുന്നത്. ഈ എണ്ണപ്പനയുടെ കുരു കളക്ട് ചെയ്യുക, കാട് വെട്ടുക, ഇതൊക്കെയായിരുന്നു അവരുടെ അവിടുത്തെ ജോലി കേട്ടോ. അപ്പോൾ അവർക്ക് ആനേനെക്കുറിച്ചും സേജ പറയാറുണ്ട് പലപ്പോഴും ആനേനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അവർക്ക് അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരുള്ള ഒരു ധൈര്യം ആയിരിക്കാം കേട്ടോ ഞാനങ്ങനെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പുറത്ത് നിന്നത്. പിന്നെ ഈ ആനകളുണ്ടല്ലോ, ഈ എണ്ണപ്പന ഇവരിങ്ങനെ കുത്തിയിട്ടിട്ട് അത് ഫുഡായിട്ട് അവരെടുക്കും കേട്ടോ. അപ്പോൾ അതാണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത്. 3 ആനക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. വണ്ടി നോക്കിട്ടാ പിന്നെ സിജോ പാപ്പനെ നോക്കിയേ, നോക്ക് ദേവട്ടാ. സിജോ പാപ്പനൊക്കെ സിജോ പാപ്പ ഇവിടെ ആന പൊക്കത്തേക്ക് കയറിപ്പോയി. ഇവര് കൊണ്ടുകൂടിയിട്ടാണ് പൊട്ടിച്ചു. അപ്പോഴേക്കും ആന ഇങ്ങോട്ട് ഒറ്റ വരവ് വന്നിട്ടില്ല. അയ്യോ അമ്മേ, അപ്പോഴേക്കും മഴ വന്നു. അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്, പ്ലാന്റേഷനിലെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ യാത്രയ്ക്ക് പോയത്. അപ്പോൾ തിരിച്ച് അവിടെ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. കാരണം വെച്ചാൽ പോകുന്ന സമയത്ത് ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സമയം 6 മണിയോടെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6 മണിക്ക് ശേഷം അവിടെ അകത്തേക്ക് കടത്തി വിടുന്നതല്ല. അപ്പോൾ ഒരുപാട് കാറുകൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഓഫീസർ പറയുന്നുണ്ട് ഇനി അകത്തോട്ട് കടത്തി വിടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, പോവാനേ തോന്നുന്നുണ്ടായില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ വീണ്ടും നിന്നു. പക്ഷേ പണ്ടൊന്നും ഇതുപോലെ ആനശല്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് എവിടെ നിന്നാണ് ഒരു ആനയുടെ അറ്റാക്ക് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ കണ്ണും കാതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ നിൽക്കണം. പിന്നെ എനിക്ക് എൻ്റെ ധൈര്യം ഇവരുള്ളതായിരുന്നു കേട്ടോ. ഇവർക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ.